വടക്കൻ പാട്ടുകളിലെ സാഹസിക ബിംബം പോലെ മീനാക്ഷിയമ്മ. പ്രായം 70 അങ്കക്കലിക്ക് ബാല്യം തന്നെ. വാൾപ്പയറ്റും കുന്തപ്പയറ്റുമൊക്കെയായി കടത്തനാട് കളരി സംഘത്തെ ഇപ്പോഴും സജീവമാക്കുകയാണ് മീനാക്ഷിയമ്മ. ആറാം വയസ്സിൽ തുടക്കം കുറിച്ച സാഹസികതയ്ക്ക് പ്രായം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും മൂർച്ച കൂടിയതേയുള്ളൂ. വയസ്സാരും കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനമില്ലേ? ഇത്രയും വയസ്സിലാരാ കളിക്കുന്ന ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? രഹസ്യമൊന്നുമില്ല. കളരി വീഴുന്ന് കളിക്കുന്നത് അങ്ങനെ രഹസ്യമായിട്ടൊന്നുമില്ല. എതിരായ ശക്തവാനേ കളിക്കും. എതിരാളിയുടെ പ്രായമോ ശക്തിയോ ഒന്നും മീനാക്ഷിയമ്മയ്ക്ക് പ്രശ്നമല്ല. 18 അടവുകളും പുഷ്പം പോലെ. ശാരീരികക്ഷമതയെ നേരിടാൻ രോഗങ്ങളും ഭയക്കുന്നു. അതുകൊണ്ടുതന്നെ കാണുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം പ്രായം ഇത്രയുമായോ എന്ന്. രഹസ്യമൊന്നുമില്ല. സാധാരണ ഭക്ഷണം, രാവിലത്തെ ചായ, ഉച്ചക്കത്തെ ചോറ്, വൈകുന്നേരം എന്തെങ്കിലും, രാത്രി ചോറെന്നല്ലാണ്ട് അങ്ങനെയുള്ളൊരു ഭക്ഷണക്രമമൊന്നുമില്ല. ഒരാളുടെ കീഞ്ഞു പോകാനുള്ള ഒരു മനസ്സിന് ധൈര്യം ഉണ്ടാവും. പക്ഷെ അതിനൊന്നും അങ്ങനെ നിന്നിട്ടില്ല. എന്നാലും രാത്രി പോകാനോ പകൽ പോകാനോ അങ്ങനത്തെ ഒരു ഒറ്റക്ക് പോകാനൊന്നും ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. അതിനുള്ള ശക്തിയും ധൈര്യമെല്ലാം ഉണ്ട്. അച്ഛന്റെ കൈപിടിച്ച് മണിയൂർ പുഴ നീന്തിക്കടന്ന് കടത്തനാട് കളരി സംഘത്തിലെത്തിയത് 6ആം വയസ്സിൽ. ആയോധനകല അഭ്യസിപ്പിച്ച രാഘവൻ മാഷ് 16ആം വയസ്സിൽ ജീവിതത്തിലേക്കും കൈപിടിച്ചു. വിവാഹശേഷം അല്പകാലം മാറി നിന്നതൊഴിച്ചാൽ കളരിയിലെ സജീവ സാന്നിധ്യമാണ് മീനാക്ഷിയമ്മ. അവിടെ നിന്നൊക്കെ കുട്ടികൾ വരുമ്പോൾ ഞാനും കൊച്ചല്ലേ എന്നെയും കൊണ്ടുവന്ന് ഞാൻ നല്ലോണം കളിക്കുന്നതുകൊണ്ട് ഒരുപാട് സ്റ്റേജിൽ കളിച്ച് ഡാൻസും കളരിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളാകുന്ന ആ ഗ്യാപ്പിലൂടെ കുറച്ച് നിന്നുള്ളൂ. പിന്നെ തുടങ്ങി കൂടെ പഠിച്ച പെൺകുട്ടികളൊക്കെ വിട്ടുപോയിട്ടും മീനാക്ഷിയമ്മ ഒരു വ്രതം പോലെ അഭ്യാസം തുടർന്നു. ഇപ്പോഴും തുടരുന്നു. മക്കളുടെ പ്രോത്സാഹനമാണ് അമ്മയുടെ വിജയരഹസ്യം. ഗുരുവിന്റെ ശാരീരികക്ഷമത ശിഷ്യർക്കും അത്ഭുതമാണ്. അച്ഛനുള്ളായിരുന്നു, അച്ഛൻ മാഷായിരുന്നു. ഈ ടൈം ഇങ്ങനെ ഒരു ടൈം മാത്രമേ ഉണ്ടാവും. എന്തെങ്കിലും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്നുള്ളൊരു ഇതിപ്പം 24 hours ഇപ്പോൾ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ചില കുട്ടികളുടെ കോഴ്സിന് മറ്റായിട്ടെല്ലാം വരുന്ന കുട്ടികളുണ്ട്. സ്ഥിരമായിട്ട് തന്നെ ഇവിടെ റൂമെല്ലാം താമസിച്ചിട്ട് പഠിക്കുന്നത്. ബിഗ് ബാസിൽ ഓർ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഇത് സംഗതി നിങ്ങൾ തന്നെ ഒന്ന് വലിഞ്ഞമർന്നു നോക്കിയാൽ തന്നെ അതിന്റെ വേദനയും കാര്യം തിരിയും. ഇപ്രായത്തിൽ കളിച്ചു വരിക എന്ന് പറഞ്ഞത് വലിയ ഗുണം തന്നെയാണ്. പോറെ തന്നെ ഇപ്പം രണ്ടാമത് കളിച്ചു നോക്കുമ്പോൾ പ്രഷർ ഇതെല്ലാം വളരെ നോർമലായിട്ടുണ്ട്. ആദ്യം കൂടിയിട്ട് ഇങ്ങനെ ആ സമയത്താണ് രണ്ടാമത് കളരിയിൽ അവർ ഇറക്കിക്കൊണ്ടിരുന്നത്. അതെല്ലാം നോർമലായിട്ടാണ് ഇപ്പം ഉള്ളത്. വയസ്സായില്ലേ, ഇനി എന്താ ആഗ്രഹം? കഴിയാൻ പോകുന്നില്ലേ ആഗ്രഹം? ഇനി ശക്തി ഉണ്ടെങ്കിൽ കളിക്കണം. ഒരുപക്ഷെ ആരും അറിയാതെ പോയ ഒരു വലിയ വിപ്ലവമാകാം മീനാക്ഷിയമ്മയുടെ ജീവിതം. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പോലും മടിച്ച കാലത്ത് സാഹസികതയുടെ ലോകം സ്വയം സൃഷ്ടിച്ച് അവിടെ സജീവമായി. വടകരയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മൈസൂരും ബാംഗ്ലൂരുമൊക്കെ പോയി സാഹസിക പ്രകടനങ്ങൾ നടത്തി. കുറേയേറെ പെൺകുട്ടികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു. ആൺപെൺ ഭേദമില്ലാതെ കുട്ടികളെ ഇപ്പോഴും അഭ്യസിപ്പിക്കുന്നു. അതെ, വടക്കൻ കേരളത്തിൽ ഇന്നും ഉണ്ണിയാർച്ചമാർ ജീവിക്കുന്നു.